കണ്ണൂർ കൈതപ്പുറത്ത് നിന്ന് ഇപ്പോഴൊരു വാർത്ത പുറത്തു വരുന്നത് അവിടെ 49-കാരനെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ്. വൈകിട്ട് 7:30 നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. പ്രതി പെരുമ്പടപ്പ് സ്വദേശി സന്തോഷാണ്. അയാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. കൊലപാതകത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അതിൻ്റെ അന്വേഷണം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്താണ് ഈ കൊലപാതകത്തിന് കാരണം? പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ അരുൺ? റീജിത്ത്, ഇന്ന് വൈകിട്ട് 7:30 നാടിനെ നടുക്കിയ ഈ കൊലപാതകം കണ്ണൂർ കൈതപ്പുറത്ത് വെച്ചുണ്ടായത്. അവിടെ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ ഉള്ളിൽ വെച്ചാണ് ഈ വെടിവെച്ച് ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയത് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള പെരുമ്പടവ് സ്വദേശി ഒരു സന്തോഷിനെ ഇപ്പോൾ പരിയാരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. പോലീസ് പ്രാഥമികമായി പറയുന്നത് ഈ രാധാകൃഷ്ണന്റെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കരാർ നേരത്തെ സന്തോഷിന് നൽകിയിരുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ആ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതാവാം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് എന്തായാലും പോലീസ് ഉള്ളത്. അതിന്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പരിയാരം പോലീസ് കടന്നിട്ടുണ്ട്. പോലീസ് സംഘം ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ സംഭവം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. വിശദമായി തന്നെ പരിയാരം പോലീസ് ഈ സന്തോഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെയും തോക്ക് ഉപയോഗിക്കുന്ന ആളാണ് സന്തോഷ് എന്നാണ് നമുക്ക് ലഭിക്കുന്നവർ. ലൈസൻസ് ഉള്ള തോക്ക് തന്നെ ഉപയോഗിക്കുന്ന ആളാണ് സന്തോഷ് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവിടെ ഈ രാധാകൃഷ്ണന്റെ ഒരു വീട് നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിനുള്ളിൽ വെച്ചാണ് ഈ വെടിവെച്ച് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയത്. അതിനു മുമ്പ് ചില തർക്കങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. വൈകിട്ട് മുതൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്നും ചില നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ അതൊരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന വിവരം അനുസരിച്ച് വെടിവെച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. അത് ഈ നേരത്തെ ഉണ്ടായ വീടിന്റെ കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. ആ തർക്കം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും ഉള്ളത്. തുടർ അന്വേഷണത്തിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. പരിയാരം SHO ഉൾപ്പെടെയുള്ള പോലീസ് സംഘം, അവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണന്റെ മൃതദേഹം ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ അവിടെയായിരിക്കും. അരുൺ, ഈ സന്തോഷിന്റെ, ഈ പ്രതിയായിട്ടുള്ള സന്തോഷിന്റെ പശ്ചാത്തലം എന്താണ്? അത് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ അരുൺ പൂപ്പറമ്പ? റിജിത്ത്, പെരുമ്പടവ് സ്വദേശിയാണ് സന്തോഷ്. ആ നാട്ടിലുള്ള ആളല്ല, സമീപ പ്രദേശം തന്നെയാണ് പെരുമ്പടവ്. അവിടെയുള്ള ആളാണ്. ഇയാൾക്ക് ഈ കരാർ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ കരാർ ജോലിയുമായി ബന്ധപ്പെട്ട ജോലിയാണ് അയാൾക്ക് ഉള്ളത്. അങ്ങനെയാണ് ഈ വീടിന്റെ കരാർ ഇയാൾക്ക് നൽകുന്നത്, സന്തോഷിന് ഈ രാധാകൃഷ്ണൻ നൽകുന്നത്. പക്ഷെ ആ കരാർ ഏറെക്കാലം മുന്നോട്ട് പോയില്ല. അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആ തർക്കം മാത്രമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ തുടരന്വേഷണത്തിലായിരിക്കും ഒരു വ്യക്തത എന്തായാലും വരിക. പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പരിയാരം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 7:30 ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തോക്ക് മുന്നേ തന്നെ ഉപയോഗിക്കുന്ന ആളാണ് ഈ സന്തോഷ്. അത് തോക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ എന്തായാലും പറയുന്നത്. അങ്ങനെ തോക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ്, ലൈസൻസ് ഉള്ള തോക്കാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ തോക്ക് കൈവശം വെച്ച് എന്തെങ്കിലും തർക്കമുണ്ടാകും, തർക്കത്തിനൊടുവിൽ ഇത് ഉപയോഗിക്കാം എന്ന് കരുതി തന്നെ ഇയാൾ വന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസ് എന്തായാലും പ്രാഥമികമായി പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, ആ തർക്കങ്ങൾ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കണ്ണൂർ കൈതപ്പുറത്താണ് 49-കാരനെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. രാധാകൃഷ്ണൻ എന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രതി പെരുമ്പടപ്പ് സ്വദേശി സന്തോഷാണ്. കരാറുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലെത്തി നിൽക്കുന്നത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്ന വിവരം. പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്.